CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഇന്നലെ നടന്ന ആദായ നികുതി വകുപ്പ് റെയ്ഡിന് പിന്നാലെയാണ് ഈ കടുത്ത നടപടി. രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, ഒരു അക്കൗണ്ടിൽ 10 കോടി രൂപയുണ്ട്. അതിൽ നിന്ന് 1 കോടി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് പിൻവലിച്ചു തുടങ്ങിയ വിവരങ്ങൾ വന്നത് അല്പം മുൻപാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന വിവരവും വരുന്നത്. ആ അക്കൗണ്ട് തന്നെയാണോ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്? വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടാണ് മരവിപ്പിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യം CPMനെയും ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, പിൻവലിച്ച തുക സംബന്ധിച്ചുള്ള ചെലവഴിക്കൽ കാര്യത്തിലും ചില നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയുന്നു. നേരത്തെ ഇത് റിട്ടേൺ അടക്കം ഫയൽ ചെയ്ത സമയത്ത് ഈ അക്കൗണ്ടിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അത്തരം ചില വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. അതിലാണ് കരുവന്നൂരിൽ 5 വ്യാജ അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ CPMനുണ്ടെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ഈ വിവരങ്ങളൊക്കെ തന്നെ RBIക്കും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ED അറിയിപ്പ് നൽകിയിരുന്നു. അവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചു എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് ഒരു അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്തത്. ഇതിന്റെ ഭാഗമായി MM വർഗീസിനെ, ജില്ലാ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ അവിടെ റെയ്ഡും പരിശോധനയും നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കണം എന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നത്, അല്ലെങ്കിൽ അതാണ് ആ ചട്ടം. പക്ഷേ അതിൽ ചില വീഴ്ചകൾ എന്ന വിമർശനമാണ് ഇപ്പോൾ വിവരം കൈമാറിയില്ല എന്നതാണോ കണ്ടെത്തൽ? ഇപ്പോൾ നേരത്തെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മറച്ചുവെക്കാനായി ഒന്നുമില്ല, സാധാരണ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കൈകാര്യം ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് പണം പിൻവലിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നതാണ്. ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന നിയമവിരുദ്ധത എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ടോ IT വകുപ്പ്? IT വകുപ്പ് പ്രധാനമായും പറയുന്നത്, അതായത് ഇത് റിട്ടേണിൽ കൃത്യമായി തന്നെ കാണിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധനകളൊക്കെയും തുടങ്ങിയത്. കാരണം ഈ ഫേക്ക് അക്കൗണ്ട്, രഹസ്യ അക്കൗണ്ട്, അതിലേക്ക് പണം വന്നിട്ടുണ്ട്. ആ പണം എന്ന് പറയുന്നത് ഈ ബിനാമി ഇടപാടുകളിൽ നിന്നുള്ള പണമാണ്. ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചില ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അത് ആ അക്കൗണ്ടും ഈ ഇവിടെയുള്ള അക്കൗണ്ടുകളും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചില ബന്ധങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതായത് ഇതിന്റെ ശരി, രാഗിനാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ് ഇപ്പോൾ IT മരവിപ്പിച്ചിരിക്കുന്നത്.